അവരുടെ ചരിത്രം നോക്കി, അവരുടെ കുടുംബത്തിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് കഥ നോക്കിക്കോ, ഇവർ തമ്മിൽ അധികാരത്തിന്റെ വടംവലി ഉണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ ഡെത്ത് പോലും സംശയമാണ്. പറന്നുയർന്ന വിമാനത്തിന് ഇന്ധനമില്ലായിരുന്നു. അതെങ്ങനെയാ ഉണ്ടായത്? ആ അപകടം എങ്ങനെ ഉണ്ടായത്? പക്ഷേ ഇനി പാരമ്പര്യം പറയാൻ മറ്റ് മുന്നണികൾ സമ്മതിക്കില്ല. ആരും സമ്മതിക്കില്ലല്ലോ. DMK ഉണ്ട്, പിണറായി വിജയൻ വരെ ഉണ്ട്. പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്ഥാനം ചോദിച്ചില്ലെങ്കിലും ഈ മരുമോനെങ്കിലും ചോദിക്കും എന്തെങ്കിലും ഒരു അവസരം, കേന്ദ്രമന്ത്രിയിൽ എന്തെങ്കിലും ഒരു പദവി വരാൻ വേണ്ടി. എത്ര പേര് കാത്തിരിക്കുകയാണ്. CPM ഭരിക്കുന്ന സമയത്ത് മമതയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അന്ന് 40 വയസ്സിലധികം പ്രായമുള്ള മമത സ്വന്തം വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ സ്വന്തം വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ച ആളാണ്. ചേട്ടാ, കോൺഗ്രസ് പാർട്ടി എക്കാലവും ഭാവി പ്രധാനമന്ത്രിയായി കാണുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തുന്നു, മറ്റ് പല രീതിയിലും ഭരണം പിടിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം പലപ്പോഴും പരാജയപ്പെടുന്നു. BJP അവിടെ ജയിച്ചു പോകുന്നു. എന്നിട്ടും ഓരോ തവണയും പരാജയപ്പെടുമ്പോഴും വീണ്ടും വീണ്ടും കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ, ഇപ്പോൾ INDA എന്ന് പറയുന്ന സഖ്യത്തിൻ്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധിയാണ്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി INDA സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറി പകരം മമതാ ബാനർജി അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്ന ഒരാവശ്യം ശക്തമാണ്. ഇപ്പോൾ അതിന് തീവ്രതയേറിയിട്ടുണ്ട്. ചരിത്രം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ചരിത്രം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇൻ ഡിഫൻസ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിലൊരു വേർഡ് ഞാൻ വായിക്കാം. മലയാളമാണ് പറയുന്നത്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സാങ്കേതികമല്ല, കൃത്രിമ ബുദ്ധിക്ക് വിട്ടുകൊടുക്കേണ്ട സംഗതിയല്ലത്. ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരേ ഒരു ജീവിവർഗം മനുഷ്യരാണ്. മനുഷ്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏത് മനുഷ്യനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്ക ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രി അകാല മരണപ്പെട്ടപ്പോൾ ഇന്ദിര വന്നു. അതിനുശേഷം 81 വയസ്സുള്ള മൊറാർജി ദേശായി വന്നു, ഭരിച്ചു. ആ പ്രായത്തിൽ അദ്ദേഹം ഇന്ത്യയെ നയിക്കാൻ തയ്യാറായി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ മുഖം. രാഹുൽ ഗാന്ധിയെ മാത്രമായി ഒരു പ്രധാനമന്ത്രിയായി കാണേണ്ട അവസ്ഥ ഇന്ത്യ മുന്നണിക്ക് ഇല്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രധാനമന്ത്രിയായി, സ്റ്റാലിൻ വരെ പ്രധാനമന്ത്രിയാവാൻ നടക്കും. അവരൊക്കെ കഴിവുണ്ടായിട്ടാണ്. അല്ല, ഇത്രയും പേര് അവിടെ ഈ വാളെടുത്ത എല്ലാവരും ചേകവർ എന്ന രീതിയാണ്. അവരെല്ലാവരും അതിലേറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരാളാണ് മമത. BJP ആഗ്രഹിക്കുന്നതും അതാണ്. BJP ലക്ഷ്യം വെക്കുന്നതും രാഹുലിന് പകരം മമത വരണമെന്നാണ്. മമത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച്, അതായത് 42 സീറ്റാണ് ബംഗാളിൽ തൃണമൂലിന് 42 സീറ്റാണ് മൊത്തത്തിൽ ഉള്ളത്. ആ 42 സീറ്റ് പിടിച്ചുകൊണ്ട് വന്നാലും കോൺഗ്രസുമായിട്ട് അടിയുണ്ടാക്കാൻ മമത ശ്രമിക്കും. 42 കിട്ടില്ല. എങ്ങനെ പോയി കഴിഞ്ഞാലും 15-16 BJP അവിടെ കൊണ്ടുപോകും. കാരണം അവിടെ അത്രയും വലിയ വർഗീയത നടക്കുന്നുണ്ട്. ഹിന്ദു കൊലപാതകങ്ങളും ബംഗ്ലാദേശിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ബംഗാളിൽ നടക്കുന്നുണ്ട്. സോ ഒരു 10-16 സീറ്റ് അവിടെ BJP കൊണ്ടുപോകും. ബാക്കിയുള്ള സീറ്റും കൊണ്ട് മമത പ്രധാനമന്ത്രിയാകാൻ വരണം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കാരണം മമത വന്നു കഴിഞ്ഞാൽ ഈ ഫേസ് ഓഫ് ഹിന്ദുത്വ, ഈ ഹിന്ദുക്കളുടെ ഒരു മുഖം അത് ഉണരും. അതായത് മമതയാണ് ഇനി ഭരിക്കാൻ പോകുന്നത്, ഞങ്ങൾക്കിനി രക്ഷയുണ്ടാകില്ല എന്നുള്ള ചിന്ത ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വബോധം ഭയങ്കരമായി വളരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകുന്നത് BJPക്കാണ്. സോ അവിടെ മമത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറയുന്നത് BJPക്ക് എന്താ ഈ ഈസി വാക്ക് ഓവർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. അടുത്ത പ്രാവശ്യം ഇപ്പോൾ പിന്നെ മറ്റു കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് BJP ഭരിക്കുന്നതെങ്കിൽ അടുത്ത തവണ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ശേഷി ഉണ്ടാകും. കാരണം ഉത്തരേന്ത്യ മുഴുവൻ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യും. കാരണം അവർ ചർച്ച ചെയ്യുന്നത് കശ്മീർ കഴിഞ്ഞാൽ ബംഗാൾ, പിന്നെ കേരളം എന്നാണ് അവരുടെ ചർച്ച. കശ്മീരിൽ പണ്ഡിറ്റുകളെ ഓടിച്ചു, കശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ
ഓടിച്ചു. അവർക്ക് അവരുടെ പലായനം ചെയ്യേണ്ടി വന്നു. കാര്യം അവരുടെ നിമിഷ നേരം കൊണ്ട് ഒരു 2 പത്രത്തിൽ വന്ന പിന്നെ ലേഖനമാണ് കശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്ന് ഓടിച്ചത്. 2 പ്രാദേശിക പത്രം, ലോക്കൽ ആയിട്ടുള്ള പ്രാദേശികമായി വന്ന 2 പത്രങ്ങളിൽ വന്ന 2 ലേഖനം, ആ 2 ലേഖനമാണ് കശ്മീരി പണ്ഡിറ്റുകളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഓടിച്ചത്. അപ്പോൾ ഇനിയുള്ളത് കശ്മീർ, അത് കഴിഞ്ഞാൽ ബംഗാൾ, പിന്നെ കേരളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJPക്ക് ഇത് ഈസിയാണ്. BJP അതിനുള്ള പരിപാടിയാണ് ചെയ്തു വെക്കുന്നത്. അടുത്ത പ്രധാനമന്ത്രി മമത. രാഹുലിനെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. രാഹുലിന് സോറസ് കുറേ കാശ് കൊടുത്തു, ചെയ്യാവുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടും പുള്ളി ജയിക്കുന്നില്ല. പുള്ളിക്ക് അധികാരം പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പം മഹാരാഷ്ട്ര അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു പരീക്ഷണമായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര അവരുടെ ഏറ്റവും വലിയ പരീക്ഷണവും അവിടെ ജയിച്ച് കയറുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ വാശിയുമായിരുന്നു. നടന്നില്ല. അധികം വൈകാതെ തന്നെ ശിവസേന മാറും. പിന്നെ പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടുവാണെങ്കിൽ മമത അതിനുവേണ്ടി എന്ത് കളിയും കളിക്കും. മമതയ്ക്ക് എന്ത് കച്ചിത്തുരുമ്പും കാണിക്കുന്ന ഒരു ആളാണ് മമത. ഇവിടെ ബംഗാളിൽ മുക്കിന് ഈ പറയുന്ന ട്രെയിൻ അവിടെ പിടിച്ചിട്ട ആളാണ്. ഇവിടുന്ന് ഓടുന്ന ഏറ്റവും വലിയ വേഗതയിൽ ഓടേണ്ട ട്രെയിനുകളെ ഓരോ ലോക്കൽ സ്റ്റേഷനിൽ വരെ UPA സർക്കാർ എന്ന സമയത്ത് മമത സ്റ്റോപ്പ് ഉണ്ടാക്കിച്ചു. മമത എന്നും ചെയ്യും, എന്തും കാട്ടിക്കൂട്ടും. അധികാരത്തിന് വേണ്ടി മമത ഏതറ്റം വരെയും പോകും. മമതയുടെ കഥ അറിയാമല്ലോ. മമത പിന്നെ CPM ഭരിക്കുന്ന സമയത്ത് മമതയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അന്ന് 40 വയസ്സിലധികം പ്രായമുള്ള മമത സ്വന്തം വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ സ്വന്തം വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ച ആളാണ് മമത. CPMനെ വെല്ലുവിളിച്ച അത്രയും ഭയങ്കരമായിട്ടുള്ള എങ്ങനെയും അധികാരം കിട്ടുക, ഏതറ്റം വരെയും പോവുക, അധികാരത്തിന് വേണ്ടി എവിടെയും എത്താൻ പറ്റുക എന്നുള്ള ചിന്തയുള്ള ഒരാളാണ് മമത. മമതയ്ക്ക് സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ആയേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും ഈ ഒരു ചിന്തയുമായിട്ട് നടക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു ചിന്ത, അതായത് പ്രൈം മിനിസ്റ്റർ താൻ നാളെയാകും മറ്റന്നാളാകും എന്ന ചിന്തയിൽ എല്ലാ ദിവസവും രാവിലെ ഉണരുക, പ്രൈം മിനിസ്റ്റർ ആവുമെന്ന് സ്വപ്നം കാണുക, രാത്രി കിടന്നുറങ്ങുക. ആ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടി ഒരുപക്ഷെ കോൺഗ്രസ് മാത്രമാകും. അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ സമ്മതിക്കുമോ? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ നിമിഷ നേരം കൊണ്ടാണത് BJP പൊളിച്ചത്. JDSനെ അടത്തിയെടുത്ത നിമിഷ നേരം കൊണ്ടാണ്. അവർക്ക് അധിക സമയമൊന്നും വേണ്ട. അവർ ഈ ഉദ്ദേശിക്കുന്നത് മാക്സിമം എങ്ങനെയും മമതയെ കൊണ്ടുവരട്ടെ. രാഹുലിനെ എല്ലാ കാലത്തും ഇങ്ങനെ പ്രധാനമന്ത്രി സ്വപ്നവുമായിട്ട് നടത്തിക്കുക. പക്ഷേ ഭാരത് ജോഡോ യാത്ര നടത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധിക്ക് കുറച്ച് ഒരു ജനപിന്തുണ, കുറച്ച് ആളുകളൊക്കെ അറിയാൻ തുടങ്ങി. എത്ര പേരറിയും? ഇത്രയും വലിയ ഈ ഇന്ത്യ മുഴുവൻ നടന്ന ഒരു മനുഷ്യന് അധികാരം പിടിക്കാൻ പറ്റിയില്ലേ? ഇന്ത്യ മുഴുവൻ കിലോമീറ്റർ ഓടി ഇന്ത്യ മുഴുവൻ നടന്ന ഒരു മനുഷ്യനെ കൊണ്ട് അധികാരം പിടിക്കാൻ പറ്റില്ല. ഇനി അധികാരം പിടിച്ചെന്ന് വെച്ചോ, അധികാരം പിടിച്ചാൽ തന്നെ പ്രിയങ്കയും രാഹുലും തമ്മിൽ അടിയുണ്ടാക്കും. പ്രിയങ്ക എന്തായാലും പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും, അതായത് ഇന്ദിരയുടെ അതേ ലുക്കിലാണ്, ഇന്ദിരാഗാന്ധി എങ്ങനെ ആയിരുന്നോ അതേ ലുക്ക് അഭിനയിക്കാൻ ശ്രമിക്കുന്ന ആളാണ് പ്രിയങ്ക. എന്താല്ലേ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എല്ലാവരും BJP ഒക്കെ വികസനം പറഞ്ഞ് വോട്ട് തേടുമ്പോൾ പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചൊരു മാർഗം, എൻ്റെ മൂക്ക് അമ്മൂമ്മയെ പോലെ ഇല്ലേ, എൻ്റെ കണ്ണ് അമ്മൂമ്മയെ പോലെയാണ്, അത് പറഞ്ഞ് വോട്ട് തേടുന്ന പ്രിയങ്ക ഗാന്ധി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം. അവരുടെ കുടുംബത്തിൽ, ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞാൽ, ഇവരുടെ കുടുംബത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഭയങ്കരമായിട്ടുള്ള വടംവലി, അത് ചരിത്രമാണ് അവരുടെ ചരിത്രം നോക്കി. അവരുടെ കുടുംബത്തിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏത് കഥ നോക്കിക്കോ, ഇവർ തമ്മിൽ അധികാരത്തിൻ്റെ വടംവലി ഉണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധിയുടെ ഡെത്ത് പോലും സംശയമാണ്. പറന്നുയർന്ന വിമാനത്തിന് ഇന്ധനമില്ലായിരുന്നു. അതെങ്ങനെ ഉണ്ടായത്? ആ അപകടം എങ്ങനെ ഉണ്ടായത്? അവരുടെ ചരിത്രത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് മുഴുവൻ നടന്നിട്ടുള്ളത്. അത് ഏത് കഥ എടുത്തു നോക്കിയല്ല, സഞ്ജയ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ആരുടെ കഥയാണെങ്കിലും എടുത്തു നോക്കിക്കോ. അധികാര വടംവലി അവരുടെ പരമ്പരയിലേക്കും വ്യാപിച്ചാൽ രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രി എന്ന് ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം അധികാരത്തിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ ഒന്ന് BJP അവിടെ ബ്ലോക്ക് ചെയ്യും. BJP അതിനെ
ഏത് വിധേനയും രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരാൻ BJP സമ്മതിക്കില്ല. കാരണം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുക എന്ന് BJPക്ക് നന്നായി അറിയാം. BJPക്ക് നന്നായി അറിയാവുന്ന കഥയാണ്. രാഹുൽ ഗാന്ധി ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദു ആവും, കേരളത്തിൽ വന്നാൽ മുസ്ലിം ആവും, മറ്റ് കശ്മീരിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കശ്മീരിനെ ഭിന്നിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു, അതിൻ്റെ അധികാരം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും, ആർട്ടിക്കിൾ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രത്യേക ഭരണഘടനാ പദവി ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഓരോ സ്ഥലത്തും ഓരോ നയമുള്ള ഒരു മനുഷ്യനാണ്. സോ അദ്ദേഹം അങ്ങനെ ഒരാളുടെ കയ്യിൽ അധികാരം പോയി കഴിഞ്ഞാൽ ഈ രാജ്യം നശിക്കുമെന്ന് BJPക്ക് നന്നായി അറിയാം. ഈ രാജ്യം നശിച്ചു പോകും. അത് BJP ഒരു കാരണവശാലും കൊടുക്കത്തില്ല. പിന്നെ മമതയെ കൊണ്ടുവരിക എന്നുള്ളത് BJPക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇന്ത്യ മുന്നണിയുടെ പെട്ടിയിൽ അവസാന അണിയടിക്കലായിരിക്കും മമത വന്നു കഴിഞ്ഞാൽ. മമത വന്നാൽ കൂട്ടത്തോൽവി അടക്കും. മറ്റേ UP പോലും ഒരു സീറ്റ് ജയിക്കത്തില്ല. അല്ല, ഇത്രയും വലിയൊരു സഖ്യം, ഓരോ സംസ്ഥാനത്തും ഓരോ സഖ്യം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരത്തെ കോൺഗ്രസിൽ ഒരു ഏകാധിപത്യം ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ പ്രധാനമന്ത്രി, അച്ഛൻ അമ്മൂമ്മ പ്രധാനമന്ത്രി, അങ്ങനെ പല പാരമ്പര്യം അച്ഛൻ പ്രധാനമന്ത്രി. പക്ഷെ ഇനി പാരമ്പര്യം പറയാൻ മറ്റ് മുന്നണികൾ സമ്മതിക്കില്ല. ആരും സമ്മതിക്കില്ലല്ലോ. DMK ഉണ്ട്, പിണറായി വിജയൻ വരെ ഉണ്ട്. പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്ഥാനം ചോദിച്ചില്ലെങ്കിലും ഈ മരുമോനെങ്കിലും ചോദിക്കും എന്തെങ്കിലും ഒരു അവസരം, കേന്ദ്രമന്ത്രിയിൽ എന്തെങ്കിലും ഒരു പദവി വരാൻ വേണ്ടി. എത്ര പേര് കാത്തിരിക്കുകയാണ് ഇവിടെ. പിന്നെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പിന്നെ കൊടിക്കുന്നിൽ വരെ അടക്കുന്നുണ്ട്. കിട്ടിയാലൊന്ന് പ്രധാനമന്ത്രി ആയാൽ എന്താ എന്ന് ചിന്തിക്കുന്ന ആളാണ്. കൂടുതൽ തവണ ഇപ്പോൾ ലോക്സഭയിൽ ഏറ്റവും മുതിർന്ന ആളാണ്. അതെ. അതുകൊണ്ട് കിട്ടിയാൽ ഒരു അവസരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പിന്നെ എനിക്ക് ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന എത്ര പേരാണ്. അതുകൊണ്ട് മമത വരുന്നതോടുകൂടി ഇന്ത്യ മുന്നണി തീരും. പിന്നെ മമതയാണെങ്കിൽ ഇനി തീർന്നാലും കുഴപ്പമില്ല. എന്താ മകൻ ചത്താലും കുഴപ്പമില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന അമ്മായിയമ്മയെ പോലാണ് മമതയുടെ സ്വന്തം. ശ്രമിച്ചു നോക്കി കിട്ടിയില്ലെങ്കിൽ ബംഗാളിൽ സുരക്ഷിതമായ ഒരു സ്ഥാനമുണ്ട്. അതെ, തീർച്ചയായും അതുകൊണ്ടിരിക്കാം. കിട്ടിയാ കിട്ടി, പോയാ പോയി, അത്രയേ ഉള്ളൂ. കിട്ടിയെന്നും പറഞ്ഞ് KKPP എന്ന് പറഞ്ഞിട്ട് എത്ര പേര് നടക്കുകയാണെന്നറിയോ. ഈ ചവറ് മുന്നണിയൊന്നും അധികാരത്തിൽ വരാൻ പാടില്ല. ഓരോ സ്ഥലത്ത് ഓരോ നിലപാട്, ഓരോ സംസ്ഥാനത്ത് ഓരോ നിലപാട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട അടി ഉണ്ടാക്കുന്ന ഇവരാണ്. ഈ CPM-ഉം മമതയും തമ്മിൽ എല്ലായ്പ്പോഴും പ്രശ്നമാണ്. മമതയുടെ ഏറ്റവും വലിയ ശത്രു CPM ആണ്. ഇവരെല്ലാം ഒറ്റ മുന്നണിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. മമതയുടെ ഏറ്റവും വലിയ ശത്രുവാണ് CPM. കോൺഗ്രസുമായിട്ടും മമത അടി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസുമായിട്ടും മമത അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയും പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാളും മമതയുടെ മുന്നിൽ ഇല്ല. അപ്പോൾ അതൊക്കെ മറക്കുക എന്നതിനപ്പുറം BJPയെ തളർത്താൻ മറ്റൊരു മാർഗ്ഗമില്ല. എന്നിട്ട് തളരുന്നുണ്ടോ? അതുമില്ല. അതുകൊണ്ട് തളരത്തുമില്ല. ഇനിയിപ്പോൾ അടുത്ത ആൾ വന്നു, ഫട്നാവിസ്. ഇനി അത് കഴിയുമ്പോൾ ഇനി അടുത്ത ആൾ. ഒന്നായി BJPയുടെ ഫാക്ടറി അല്ല, RSSന്റെ ഫാക്ടറികളിൽ ഇന്ത്യയിലേക്കുള്ള പുതിയ ആളുകൾ, ഭാവി പ്രധാനമന്ത്രിമാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ എല്ലാ പ്രധാനമന്ത്രിമാരൂടെ വരുമ്പം രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു അദ്ദേഹം തായ്ലൻഡിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുക. ഇപ്പം നമ്മുടെ തെറി പറഞ്ഞിട്ട് പോയ മറ്റേ 9 തവണയാണ് ആകെപ്പാടെ വയനാട് വന്നത്. അതിൽ കൂടുതൽ തവണ തായ്ലൻഡിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അല്ല, ഇപ്പോഴും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വയനാട്ടിലേക്ക് വരുന്നത് മലയാള മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ്. എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അതെന്തിനാണ് വാർത്തയാക്കുന്നത്? അമാർക്ക് വട്ടാണെന്ന്. വട്ടതിനപ്പുറം അല്ല, എന്തോ അപൂർവമായി കാണാൻ സാധിക്കുന്ന എന്തോ സംഗതി വയനാട്ടിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഈ മലയാള മാധ്യമങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ്. മലയാള മാധ്യമങ്ങൾ ഇന്ത്യൻ പിന്നെ ജേർണലിസ്റ്റ് ഏരിയയിൽ ഇന്ത്യൻ മാധ്യമ രംഗത്തെ ഏറ്റവും വേസ്റ്റ് എന്ന് പറയുന്നത് മലയാള മാധ്യമങ്ങളാണ്. കാരണം എന്താ, എന്തിനേയും അവരെടുത്ത് ആഘോഷിക്കും. ഒരു കാര്യവുമില്ലാതെ എന്തിനേയും ആഘോഷിക്കുക. എന്താ, രാഹുൽ ഗാന്ധി ഇതാ വയനാട്ടിൽ വന്നു, സ്വന്തം മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വന്നതിന് എന്താ പ്രശ്നം? പ്രിയങ്ക ഗാന്ധി ഇതാ മണ്ഡലത്തിലെത്തുന്നു. ഇവിടുന്ന് ഒരു 5-6 യൂണിറ്റും എടുത്തിട്ട് ലൈവ് ഇട്ട് ഓണാക്കിയിട്ടിരിക്കുക. 6-7 ലൈവാണ് ഓണാക്കിയിട്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി എന്താ സ്വന്തം മണ്ഡലത്തിൽ വന്നുകൂടെ? വരണം. അതിനല്ലേ ഇവിടെ ജയിപ്പിച്ചേ? സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാനല്ലേ ജയിപ്പിച്ചേ? ഈ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് കാര്യമായ മാനസിക പ്രശ്നമുണ്ട്. കാര്യം അവർ ഒരു ഭാഗത്ത് മാത്രം ചിന്തിക്കുന്നവരാണ്. പിന്നെ ഫണ്ടുണ്ടല്ലോ. എന്തായാലും ഇനിയും ഭാവി പ്രധാനമന്ത്രിയായി തുടരാൻ രാഹുൽ ഗാന്ധിയെ മറ്റ് മുന്നണികൾ, ഇന്ത്യ സഖ്യത്തിലെ മറ്റ് മുന്നണികൾ അനുവദിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഭാവി പ്രധാനമന്ത്രിയായി മമതാ ബാനർജി അടക്കം സ്വപ്നം കാണുമ്പോൾ എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ഭാവി എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.